ഡിസംബർ 29 കാടിൻ്റെ മറ്റൊരു ഭാഗത്ത്. അമ്മേ, കടിയൻ. കടിയനല്ലേ? ഞാൻ തുരുമ്പൻ. ഉറുമ്പനോ? ആ, ഇപ്പോൾ എന്നെ കണ്ടാൽ എല്ലാവർക്കും ചിരിയാ. എന്നെ കണ്ടാലും എല്ലാവർക്കും ചിരിയാ, പക്ഷേ അത് കണ്ടാൽ എനിക്കും ചിരി വരും. പക്ഷേ എനിക്ക് ഭയങ്കര നിരാശയാ. ഞാൻ കാട് വിടുകയാ. അയ്യോ, നിരാശയാണോ? അത് ഞാൻ അറിഞ്ഞില്ല. ഞാനേ സൂത്രനോട് ചോദിക്കാം, നിരാശ വന്നാൽ എന്തു ചെയ്യണമെന്ന്. സൂത്ര, ഒരു സിംഹത്തിന് നിരാശ പിടിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഏടോ, ഒരു കുളത്തിലേക്ക് കല്ലുകൾ എറിഞ്ഞ് വെറുതെ ഇരുന്നാൽ മതി, നിരാശയൊക്കെ മാറിക്കിട്ടും. അത് കൊള്ളാമല്ലോ, ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് വരാം. മണ്ടൻ. വൈകാതെ ദാ ഈ കല്ല് കുളത്തിലേക്ക് തള്ളിയിട്ടോ, നിരാശ മാറും. സൂത്രൻ പറഞ്ഞ വഴിയാ. അയ്യോ, ഒരു കരച്ചില് കേട്ടതുപോലെ. അയ്യോ, സൂത്രന്റെ മുതുക് വഴിയാ കല്ല് പോയത്. കല്ലുരുണ്ടു വരുന്നത് മറ്റൊരാളും കണ്ടു. അയ്യോ, എന്തരടേ ഇത്? എന്ത് സിംഹം? ഹെൽപ്പിന് കടുവയും? അയ്യോ, കല്ല് സൂത്രന്റെ ഗുഹയ്ക്ക് നേരെയാ. ഹോ, സിംഹം ശിക്കാരിയെ കല്ലുരുട്ടി തട്ടാൻ നോക്കിയതാ, സത്യം. ശിക്കാരി സ്വയം പറഞ്ഞു. ശിക്കാരി ഓടിക്കോ, ഈ സ്ഥലം ശരിയല്ല കേട്ടാ. ഓ, എൻ്റെ മുതുക് എവിടെ നിന്ന് കിട്ടിയാടോ ഈ കിളവനെ? ഞാൻ അത് ഈ കാട് വിടാൻ. താനൊക്കെ കാട് വിടുന്നതാ നല്ലത്, അല്ലെങ്കിൽ വല്ല കുന്നിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാട്. നിരാശപ്പെടാതെ സൂത്ര, കുളത്തിലെറിയാൻ കല്ല് കൊണ്ടുവരട്ടെ. ആ, അതാ നല്ലത്. ഏതെങ്കിലും മലമുകളിൽ നിന്ന് ചാടിച്ചത്തേക്കാം. ആർക്കും എന്നെ ആവശ്യമില്ലല്ലോ. അതേസമയം തള്ളേ ഓട്ടം നിർത്താൻ തോന്നണില്ലല്ല. ആഹാ, കിട്ടി. സിംഹം തട്ടാതിരിക്കാൻ ഭേഷ ഒരു ഐഡിയ കിട്ടി. ഒരു സിംഹത്തിൻ്റെ പാവയുണ്ടാക്കി ഞാൻ ഈ കൈ പിടിക്കും. അതു കണ്ട സിംഹമൊന്നും ചെയ്യൂല. കുഞ്ഞു സിംഹത്തിന്റെ പാവയുണ്ടാക്കാൻ ശിക്കാരി പുറപ്പെട്ടു.